വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മൊട്ടമൂട് പറമ്പിക്കോണത്ത് കുഞ്ഞിന്റെ മുഖത്തടിച്ച അംഗനവാടി അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടതിനെ തുടർന്നാണ് അന്വേഷണ വിധേയമായി അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഈ ഒരു കുഞ്ഞിന്റെ മുഖത്തടിച്ചതിനാണ് ഇപ്പോൾ അംഗനവാടി അധ്യാപികയ്ക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നലെ രാത്രി അംഗൻവാടി പോയി വന്നതിന് ശേഷം കുട്ടി വീട്ടിൽ വലുതായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് കരഞ്ഞതിനെ തുടർന്നാണ് വീട്ടുകാർ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച സമയത്താണ് ഈ കവിളിനും അതുപോലെ തന്നെ ചെവിക്കും ഇടയിൽ കുഞ്ഞിനെ ആരോ അടിച്ചതായിട്ടുള്ള പാടുകൾ, വിരലടയാളം ഈ രക്ഷകർത്താക്കൾ കാണുന്നത്. അതേ തുടർന്ന് കുഞ്ഞിനെ ഇന്നലെ തന്നെ രാത്രി തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയോട് ചോദിച്ചു ആരാണ് അടിച്ചതെന്ന്. കുട്ടിയാണ് അംഗൻവാടി ടീച്ചറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ അംഗൻവാടിയിൽ എത്തി ഈ രക്ഷകർത്താക്കൾ വിവരം തിരക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ താൻ കുട്ടിയെ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് അംഗൻവാടി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. രക്ഷകർത്താക്കൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് അന്വേഷണ വിധേയമായിട്ട് അധ്യാപികയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2.25 വയസ്സാണ് കുഞ്ഞിന് ഉള്ളത്. കുഞ്ഞാണ് ആദ്യം അധ്യാപികയാണ് തന്നെ അടിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ രക്ഷകർത്താക്കളും പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത്, ആരാണ് കുഞ്ഞിനെ മർദ്ദിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ അംഗൻവാടി ടീച്ചറിന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ശരി. തിരുവനന്തപുരം മൊട്ടമൂട് പറമ്പിക്കോണത്ത് കുഞ്ഞിന്റെ മുഖത്തടിച്ച അംഗനവാടി അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടതിനെ തുടർന്നാണ് അന്വേഷണ വിധേയമായി അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.